പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കാത്തിരിപ്പിനൊടുവിൽ CSEB-യുടെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വിശദമായ വിജ്ഞാപനവും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളും മറ്റുമൊക്കെ ഉടനെ തന്നെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വെബ്സൈറ്റുകളിൽ വരും. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഒഴിവുള്ളത്, ഏതൊക്കെ പോസ്റ്റിനാണ് ഒഴിവുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു നോട്ടീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജൂനിയർ ക്ലർക്ക്, ഒട്ടേറെ പേര് നോക്കിയിരിക്കുന്ന CSEB ജൂനിയർ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് വിവിധ സഹകരണ സംഘങ്ങളിലായിട്ട് 264 വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം, വിവിധ സഹകരണ സംഘങ്ങളിലേക്കുള്ള ജൂനിയർ ക്ലർക്ക് നിയമനം വരുന്നത് നമ്മൾ ഈ പരീക്ഷ എഴുതി പാസ്സാവുന്നവർക്കാണ്. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷ എഴുതി ഈ കടമ്പ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ആ പരീക്ഷയാണ് 264 ഒഴിവുകൾ സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലെ വിവിധ ജൂനിയർ ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് 264 ഒഴിവുകൾ ഉണ്ട് എന്ന് CSEB പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കാറ്റഗറി നമ്പർ 13/2024 എന്നാണ്. അതുപോലെ തന്നെ ഇതിനൊപ്പം ചേർത്ത് സെക്രട്ടറി കാറ്റഗറി 11/2024, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, അത് 15 ഒഴിവ് ടോട്ടൽ, അത് 12/2024. അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലേക്കൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെയായിട്ട് വെബ്സൈറ്റിൽ ആക്റ്റീവ് ആവും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, സഹകരണ മേഖലയിലെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് PSCയുടെ ഇതുമായി ബന്ധപ്പെട്ട കുറേ പരീക്ഷകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ CSEB-യിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. നമുക്കറിയാം, CSEB-യുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ ഈ PSC പോലെ CSEB-യിലും വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയിരിക്കണം. ഏതാണ്? cseb.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഓൾറെഡി നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടില്ലാത്ത ആളുകൾ cseb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക. എന്നിട്ട് അതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാത്രമല്ല, ഇതിന്റെ വിശദ വിവരങ്ങൾ, നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ വരുന്ന വെബ്സൈറ്റ് kerala.cseb.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഈ പരീക്ഷ ഒരു അടുത്ത വർഷം നമുക്കൊരു ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ പ്രതീക്ഷിക്കാം. 10/1, അതായത് ജനുവരി 10 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ലഘു വിജ്ഞാപനമാണ് ഇവിടെ കാണുന്നത്. വിശദമായിട്ടുള്ള വിജ്ഞാപനം വൈകാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതാണ്. I+ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കൃത്യസമയം നിങ്ങളുമായിട്ട് എത്തിക്കുന്നതാണ്, നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസും ഫ്രീ ആയിട്ടുള്ള PYQ ഡിസ്കഷൻസും ഒക്കെ നമുക്കറിയാം ഈ ഒരു നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ചെറിയ ഫീസിൽ ഈ CSEB ക്ലർക്ക് പരീക്ഷയ്ക്കായിട്ട്, ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്കായിട്ട് I+ന്റെ കോഴ്സിനൊപ്പം പഠിക്കാവുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് എത്തിക്കാൻ I+ന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും വളരെ ചെറിയ ഫീസിൽ ഫുൾ സിലബസ് എന്തൊക്കെയാണോ പുതിയ രീതിയിൽ ചോദിക്കുന്നത് അതുൾപ്പെടെ കവർ ചെയ്തിട്ടുള്ള ഫുൾ സിലബസ് ആണ് I+ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അടങ്ങിയ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വളരെ ചെറിയ ഫീസേ ഉള്ളൂ. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിജ്ഞാപനം വരുമ്പോൾ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി വൺ ടൈം രജിസ്ട്രേഷനിലൂടെ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നന്നായിട്ട് പഠിച്ച് ഇത്തവണ തന്നെ നന്നായിട്ട് പരീക്ഷ എഴുതി സഹകരണ ബാങ്കിൽ ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.